മഞ്ചേശ്വരത്ത് കോൺഗ്രസ് SDPI ഡീൽ. SDPI നേതൃത്വവും UDFും തമ്മിൽ ചർച്ച നടത്തിയെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച KM അഷ്റഫ്. പത്രിക പിൻവലിച്ചത് UDFുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് എന്നും വെളിപ്പെടുത്തൽ വരികയാണ്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ UDFുമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. ഹർഷനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനഘ, ഈ മഞ്ചേശ്വരത്തെ കോൺഗ്രസ് SDPI ഡീൽ നമ്മൾ തന്നെയാണ് ആദ്യം വാർത്തയാക്കുന്നതും ചർച്ചകൾ നടത്തുന്നതും. എന്തായാലും ആ ചർച്ചയ്ക്ക് പിന്നാലെ ആ ചർച്ചകളെ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച KM അഷ്റഫ് തന്നെ അക്കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് അദ്ദേഹം തുറന്ന് പറയുമ്പോൾ ഈ അണിയറയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട. എന്തൊക്കെ കാര്യങ്ങൾ ഈ അഷ്റഫ് അടിവരയിടുന്നു അനഘ? രാഖി അമൽ, മഞ്ചേശ്വരത്ത് കൃത്യമായി SDPയും UDFും തമ്മിൽ അന്തർധാരയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച SDPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KM അഷ്റഫ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. അതായത് UDF നേതാക്കൾ സംസാരിച്ചു, അതിനെ തുടർന്നാണ് താൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് എന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്ത് SDPI അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ SDPIക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു SDPI എന്നുള്ളതാണ്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് SDPയുടെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നുള്ളത്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KM അഷ്റഫിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിലേക്ക് SDPI കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ കൃത്യമായി ഏറ്റവും അധികം മതവർഗീയത പറയുന്നത് കൃത്യമായിട്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് SDPI. തീവ്ര ആശയവുമായി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് SDPI. മറ്റൊന്ന്, നിരോധിത തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംഘടന, പോഷക സംഘടനയാണ് SDPI എന്നത് കൃത്യമായി വ്യക്തമാണ്. ആ സമയത്തൊക്കെ തന്നെ SDPയും നിരോധിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ആ രീതിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് മാത്രമാണ് SDPI അന്ന് നിരോധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പാർട്ടിയുമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു തീവ്ര ആശയമുള്ള തീവ്രവാദ പ്രസ്ഥാനവുമൊക്കെ ആയിട്ടാണ് UDF കൈ കോർക്കുന്നത് എന്നുള്ളതാണ്. മറുപക്ഷത്ത് BJP ആണ്. ഈ BJPയെ പ്രതിരോധിക്കാൻ ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ തോളോട് തോൾ ചേർന്ന് അവർക്ക് കൈ കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഞ്ചേശ്വരത്തെ സംഭവം എന്നുള്ളത്. ഈ മഞ്ചേശ്വരത്ത് ഇങ്ങനെ SDPI നേതൃത്വത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ UDF നേതൃത്വം ഇടപെട്ട് സംസാരിക്കുമ്പോൾ അവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പോലും തയ്യാറാകുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ തമ്മിലുള്ള UDFും SDPയും തമ്മിലൊക്കെ ഉണ്ടാകുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഈ കൂടിച്ചേരലുകൾ ഇതൊക്കെ തന്നെ കൃത്യവും വ്യക്തവുമാണ് എന്നുള്ളതാണ്. എന്തായാലും VD സതീശൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതവർഗീയ സംഘടനകളുടെ വോട്ട് തങ്ങൾക്ക് വേണം, അത് വാങ്ങി തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ അവരുടെ നിലപാടിൽ നിന്ന്, അവരുടെ പഴയ ആശയത്തിൽ നിന്ന് മാറി എന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പരിശോധിച്ചതാണ് മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഇത് മൂന്നും സമൂഹത്തെ ബാധിച്ച രോഗമാണ് എന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയുടെ ആ സംഘടനയെ പരിചയപ്പെടുത്താൻ വേണ്ടി ആ സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അതിന്റെ നേതാവ് തന്നെ പുറത്തിറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പറയുന്നത്, പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ആ പുസ്തകം ഇതുവരെ അവർ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അവരൊക്കെ ആയിട്ടാണ് ഇപ്പോൾ UDF കൈ കോർക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മത തീവ്രവാദ സംഘടനകളുമായി കൈകോർക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അവരെ ഒരുമിച്ചാണ്, അവർക്കൊപ്പമാണ് കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി. ഈ മഞ്ചേശ്വരത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അവിടെ BJP
NDA വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അതായത് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ 2 തവണയാണ് ഈ മണ്ഡലം നഷ്ടപ്പെട്ടു പോയത്. അത് എന്തുകൊണ്ടാണ് എന്ന് നേരത്തെ തന്നെ കെ സുരേന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. അതായത് ആരൊക്കെ ആരുമായൊക്കെ തന്നെ സഖ്യമുണ്ടാക്കി അല്ലെങ്കിൽ അണിയറയിൽ ചില നീക്കങ്ങൾ നടത്തി NDA അധികാരത്തിൽ വരരുത്, അതിനു വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള നാണം കെട്ട കളിക്കും ഇവർ തയ്യാറാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊന്നും ഇവരെ സംബന്ധിച്ച് അത്ര നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ഇതൊരു പുതുമയില്ലാത്ത കാര്യമാണ് കോൺഗ്രസിനെയും SDPI ഒക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ അഷ്റഫിന്റെ ഈ തുറന്നു പറച്ചിൽ വരുന്നു എന്നുള്ളത് മാത്രം. രാഖി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു പ്രദേശമാണ് മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ല. വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കാൻ പോകുന്ന, കേരളത്തിൽ ഒരു ചരിത്ര താമര വിരിയാൻ പോകുന്ന ഒരു മത്സരം നടക്കുന്ന പ്രദേശം കൂടിയാണ് കാസർഗോഡ്, മഞ്ചേശ്വരം ഒക്കെ തന്നെ. അവിടെയാണ് ഇത്തരത്തിൽ മതതീവ്ര സംഘടനകളുമായി, മതവർഗീയ സംഘടനകളുമായി ഇടത് വലത് മുന്നണികൾ കൈകോർക്കുന്നത്. അവരുമായി ഒരു ഡീലിലേക്കാണ് ഇവർ പോകുന്നത്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മതവർഗീയ സംഘടനകളുമായി ഒരു ഡീലുണ്ട്, അന്തർധാരയുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഇടത് വലത് സംഘടനകൾ പറയുന്നത് BJPക്കെതിരെയാണ് ഈ ഡീൽ ആരോപണം, CPM BJP തമ്മിൽ ഡീൽ ആരോപണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ കൃത്യമായ ഒരു മറുപടി ഈ ഇടത് വലത് മുന്നണികൾ ഉന്നയിക്കുന്ന ഡീൽ ആരോപണത്തിന് കൃത്യമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡീൽ ആരോപണത്തെ BJP നോക്കിക്കാണുന്നത് അത് വെറും ഒരു പീലാണ്, ഒരു പീൽ മാത്രമായി. അതായത് അതിനെ പൊളിച്ചു കളയുന്ന അത്ര പോലും വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഇവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഇത്തരം വർഗീയ ശക്തികളുമായി കൈകോർക്കുന്നത് സമൂഹം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, അത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മഞ്ചേശ്വരത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ തന്നെ രാഖി പറഞ്ഞതുപോലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയതാണ് കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ മുൻപിലത്തെ തവണയൊക്കെ തന്നെ. പക്ഷേ ആ സമയവും എല്ലാ കാലവും മഞ്ചേശ്വരത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ SDPI പോലുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് ഒപ്പം നിർത്തി മാത്രമാണ് UDF ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മത്സരത്തെ നേരിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണയും ഈ SDPIയുടെയും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തന്നെ വോട്ട് വാങ്ങിയാണ് അതിലൊരു ലജ്ജയുമില്ലാതെയാണ് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ചേശ്വരത്തെ ഈ SDP സ്ഥാനാർത്ഥി തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. രാഖി, അനഘ, എന്തായാലും ഈ മലബാർ മേഖലയിലൊക്കെ ഈ കോമാലി സഖ്യമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് ഈ SDPI UDF അല്ലെങ്കിൽ കോൺഗ്രസ് കൂട്ടുകെട്ടുകൂടി ചർച്ചകളിലേക്ക് വരുന്നതും ഇത്തരമൊരു വെളിപ്പെടുത്തൽ വരുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും BJPയുടെ ഒരു മുന്നേറ്റം, NDAയുടെ മുന്നേറ്റം, പ്രചാരണത്തിലൊക്കെ വമ്പൻ മുന്നേറ്റം ഇതിനോടകം തന്നെ BJP കാഴ്ചവെച്ച് കഴിഞ്ഞതാണ്. മറ്റ് മുന്നണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ തുടങ്ങിയ അടി, ഇടതുപക്ഷത്താണെങ്കിൽ സഖ്യകക്ഷികൾ തമ്മിൽ അടി, UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വരെ അടിയാണ്. അതായത് വോട്ടിടും മുൻപേ തുടങ്ങിയ അടിയാണ്. അത്തരത്തിൽ ഇവർ പരസ്പരം കൊമ്പുകോർക്കുന്നതിനിടെ BJP നടത്തുന്ന മുന്നേറ്റം അത് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇവർ സഖ്യം ചേർന്ന് എങ്ങനെയെങ്കിലും BJP വരരുത്, BJP വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കേരളം കൈവിട്ടു പോകുമെന്നുള്ള തിരിച്ചറിവ് ഇരു മുന്നണികൾക്കുമുണ്ട്. അതായത് മാർക്സിസ്റ്റിനായാലും UDFിനായാലുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇവരുടെ നീക്കം എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണ്ടേ? തീർച്ചയായും രാഖി, അതായത് BJPക്ക് എക്കാലത്തും ഇല്ലാത്ത അത്ര വലിയ മുന്നേറ്റം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യപടി തന്നെ ഇത്തരത്തിൽ അസ്വസ്ഥത, മതവർഗീയ സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഭയം, ഇതിൽ നിന്നൊക്കെ തന്നെ കൃത്യവും വ്യക്തവുമാണ്. BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ ചരിത്രം അതിന് മുന്നോടിയായി തന്നെയാണ് ഇവർ ഇത്തരത്തിൽ മതവർഗീയ സംഘടനകളുമായി
കൈകോർക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, 2019 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള മുജീബുർ റഹ്മാൻ നേരത്തെയൊക്കെ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പിന്തുണ നൽകിയിരുന്നു എന്ന് പ്രത്യക്ഷമായി വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിലും കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ അന്ന് തങ്ങൾ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡീലിന്റെ കാര്യമോ അല്ലെങ്കിൽ വോട്ടിന്റെ കാര്യമോ സംസാരിച്ചില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെ അത് തെറ്റാണ്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ വി ഡി സതീശനും ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ തന്നെ പുകഴ്ത്തി പറയുകയാണ്. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടന അവരുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്, ഈ BJPക്ക് മുന്നേറ്റമുള്ള മണ്ഡലങ്ങളിൽ തങ്ങൾ ഇടത് വലത് മുന്നണിയെ പിന്തുണയ്ക്കും. അതായത് നേമത്ത് തങ്ങൾ LDFനായിരിക്കും പിന്തുണ നൽകുക, പാലക്കാട് BJPക്ക് മുന്നേറ്റമുണ്ട്, അതുകൊണ്ട് പാലക്കാട് ഞങ്ങൾ UDFനായിരിക്കും പിന്തുണ നൽകുക. അങ്ങനെ കേരളത്തിൽ തങ്ങൾ ആരെയൊക്കെ പിന്തുണയ്ക്കുമെന്ന് അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഈ വെൽഫെയർ പാർട്ടി പറഞ്ഞു, അതുപോലെ SDP പറഞ്ഞിരിക്കുന്നത് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സ്ഥലത്ത് തങ്ങൾ ഇടത് വലത് മുന്നണിയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ആ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും തങ്ങൾക്ക് ഇത്തരത്തിൽ മതവർഗീയ സംഘടനകളുടെ പിന്തുണ വേണ്ട, ആ വോട്ട് വാങ്ങി തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് CPM ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും MV ഗോവിന്ദൻ ആണെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമി മതവർഗീയ സംഘടനയാണ്, SDP വർഗീയ ആശയമുള്ളവരാണ് എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് ആ പിന്തുണയെ തള്ളി പറയാനുള്ള ഒരു ആർജവം ഇരുവരും ഇടത് വലത് മുന്നണികൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വർഗീയ ശക്തികളെ ശക്തമായി എതിർക്കും, മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, നല്ല നാളേക്കായി പ്രവർത്തിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അത് മുന്നേറ്റം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ തോളോട് തോൾ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM-ഉം കോൺഗ്രസും വലിയ രീതിയിലുള്ള പിന്നണി കളികൾ കളിക്കുന്നത് എന്തായാലും ഇവർക്ക് മാറി മാറിയുള്ള ഭരണം കൈപ്പിടിയിലാക്കി കേരളത്തെ ഒതുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പല നാണംകെട്ട കൂട്ടുകെട്ടുകൾക്കും ഇവർ തയ്യാറാകും. അതിന് ഒരു വശത്ത് BJPയും മറുവശത്ത് ബാക്കിയുള്ളത്. ഇന്നലെ മറ്റേ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള കൊടുവള്ളിയില്ല 13 സ്ഥാനാർത്ഥികൾ. അതിൽ തൊട്ടു പിന്നാലെയുള്ള പല മണ്ഡലങ്ങളിനകത്ത് ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം, 11 സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ 11 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു വശത്ത് K സുരേന്ദ്രനും ബാക്കി ഒരു വശത്ത് 10 പേരും തമ്മിലുള്ള മത്സരം. അതായത് K സുരേന്ദ്രൻ മാത്രം ഒരു വശത്തും ബാക്കി എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി K സുരേന്ദ്രനെ, അതായത് BJP അങ്ങനെ വോട്ട് ഭിന്നിപ്പിച്ച് K സുരേന്ദ്രനെ ഒരു മൂലക്കാക്കണം, അല്ലെങ്കിൽ BJP മാറ്റണം, BJP തോൽപ്പിക്കണം, ആ ഒറ്റ ലക്ഷ്യം മാത്രം. അതിന് ഏത് നാണംകെട്ട കളിക്കും മുന്നണിയിൽ തയ്യാറാകും എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് മഞ്ചേശ്വരത്ത് വ്യക്തമാകുന്നത്.